നേപ്പാളിലുണ്ടായ വിനാശകരമായ മിന്നൽ പ്രളയത്തിൽ 133 ഇന്ത്യൻ പൗരന്മാർ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായി. ദുരന്തത്തിൽ 100-ലധികം പേർ മരണപ്പെട്ടതായാണ് ഔദ്യോഗിക വിവരം. ദുരന്തബാധിതരായ നേപ്പാളിന് പിന്തുണയുമായി ഇന്ത്യ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. വ്യോമസേനയുടെ C-130J വിമാനത്തിൽ 10 ടൺ വരുന്ന മാനുഷിക സഹായങ്ങളും അത്യാവശ്യ മരുന്നുകളും താൽക്കാലിക ഷട്ടറുകളും സോളാർ ലാമ്പുകളും അടക്കമുള്ള ദുരിതാശ്വാസ വസ്തുക്കൾ ഡൽഹിക്ക് സമീപമുള്ള ഹിൻഡൻ വ്യോമതാവളത്തിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് അയച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ അടിയന്തര സഹായം വാഗ്ദാനം നൽകി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേപ്പാൾ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദവും സഹകരണവുമാണ് ഈ ദുരിത സമയത്തെ പെട്ടെന്നുള്ള ഇടപെടലിലൂടെ വ്യക്തമാകുന്നതെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രിയും പ്രതികരിച്ചു. കാണാതായ ഇന്ത്യൻ പൗരന്മാരെ കണ്ടെത്താനായി നേപ്പാൾ ഭരണകൂടവുമായി ചേർന്ന് ഇന്ത്യൻ എംബസി ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങളാണ് ഏകോപിപ്പിച്ചു വരുന്നത്. നേപ്പാളിലുണ്ടായ വിനാശകരമായ പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സ്വന്തം സംസ്ഥാനങ്ങളിലെ പൗരന്മാരെ സഹായിക്കാനായി വിവിധ സംസ്ഥാന സർക്കാരുകൾ പ്രത്യേക ഹെൽപ്പ് ലൈനുകളും കൺട്രോൾ റൂമുകളും ആരംഭിച്ചു. കേന്ദ്ര സർക്കാരുമായും നേപ്പാളിലെ ഇന്ത്യൻ എംബസിയുമായും ചേർന്ന് സംസ്ഥാനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണ്. നേപ്പാളിൽ അവധിക്കാലം ആഘോഷിക്കാനോ തീർത്ഥാടനത്തിനോ ജോലിക്കോ ആയി പോയിട്ടുള്ള നിരവധി ഇന്ത്യക്കാരാണ് ദുരന്തബാധിത പ്രദേശങ്ങളിൽ കാണാതായിട്ടുള്ളത്. ഇവരുടെ ബന്ധുക്കൾക്ക് വിവരങ്ങൾ തിരക്കുന്നതിനും അടിയന്തര സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നതിനുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളുടെ കീഴിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നിലവിൽ വന്നിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡൽഹിയിലെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടാണ് ഈ ഹെൽപ്പ് ലൈനുകൾ പ്രവർത്തിക്കുന്നത്. കാണാതായവരെ കണ്ടെത്താനും സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുമുള്ള ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിന് കാരണം ഉയർന്ന മലനിരകളിൽ നിന്നുണ്ടായ മഞ്ഞുപാളികളുടെയും പാറക്കെട്ടുകളുടെയും പതനമാകാമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രാഥമിക നിഗമനം. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ കനത്ത ഉരുൾപൊട്ടലിനും മിന്നൽ പ്രളയത്തിനും പിന്നിലെ കാരണം കണ്ടെത്താൻ അന്താരാഷ്ട്ര പർവ്വത പഠന കേന്ദ്രമായ ഇസിമോഡ് ഉൾപ്പെടെയുള്ള ഗവേഷക സംഘങ്ങൾ അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ ടിബറ്റിന് താഴെയുള്ള നേപ്പാളിലെ റസുവ ജില്ലയിലാണ് വൻതോതിൽ വെള്ളവും ചെളിയും കൂറ്റൻ പാറക്കല്ലുകളും ഒഴുകി മിന്നൽ പ്രളയമുണ്ടായത്. ഇത് ബോട്ടെ, കോശി, തൃശൂലി നദികളിൽ വൻതോതിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായി. ഹിന്ദുകുഷ് ഹിമാലയൻ മേഖലയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉയർന്ന പ്രദേശങ്ങളിലെ മഞ്ഞുരുകലുകളും ഇത്തരം അതിതീവ്ര ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംഭവ സ്ഥലത്തു നിന്നുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളും മറ്റ് ശാസ്ത്രീയ വിവരങ്ങളും പരിശോധിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.